ഒരു പൊന്മുടി ട്രിപ്പ് പോയാലോ? പോവാം. ടൂറിസ്റ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ അടിച്ചുപൊളി പതിവല്ലേ. അങ്ങനെ ഞങ്ങളും അടിച്ചു പൊളിച്ചു. നേരെ ആദ്യം വിട്ടത് പേപ്പാറ ഡാമിലോട്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുക കേട്ടോ ചെയ്ത. ആദ്യം ഫുഡ് കഴിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് പലരുടെ വീട്ടിലെ ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ നേരെ ഡാമിലോട്ട് വിട്ടു. ഡാമിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് കാണാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെയൊക്കെ കണ്ടു. നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ. ഡാമൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോയത്. പിന്നെ ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോയത്, ട്രിവാൻഡ്രം മൈസർ. അതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ക്യാമ്പസൊക്കെ അടിപൊളിയായിരുന്നു, ആംബിയൻസും എല്ലാം അടിപൊളി. പിന്നെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി അടിച്ചുപൊളി. ദെൻ കല്ലാറിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പൊതിച്ചോറ് കൊണ്ടുവരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ പൊന്മുടിക്ക് വിട്ടു. പൊന്മുടിക്ക് വിടുന്ന ആ പൊന്മുടിയുടെ എൻട്രൻസിൻ്റെ അവിടെ ഞങ്ങൾ കല്ലാറിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് ഞങ്ങൾ കുളിക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയിരുന്നതാണ്. ഞാൻ കുളിച്ചില്ല, എല്ലാവരും കുളിച്ചായിരുന്നു. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കുളിച്ചില്ല ഗൈസ്. ജസ്റ്റ് ഞാനിത് ആ ഒരു കല്ലാറിൻ്റെ ആ ഒരു പുഴ പോലെ സംഭവം അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വന്നു, അതാണ് ഞാൻ ചെയ്തത്. എന്താ ചെയ്യുക, എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഗൈസ്. എനിക്ക് അത്രയും പോകാൻ പോലുള്ള ധൈര്യം ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പൊന്മുടി മല കയറി ചുരം കയറി പൊന്മുടിയിലെത്തി. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര മഞ്ഞോ മഴയൊന്നും അല്ലായിരുന്നു, ഒരു കാം ക്വയറ്റ് ആംബിയൻസ് ഒക്കെ ആയിരുന്നു. മലയൊക്കെ കണ്ട് വഴിയെ കണ്ട പേരക്കയൊക്കെ പറിച്ച് തിന്ന് ഒക്കെയാണ് നമ്മൾ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്കൊന്നും അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും, നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോട ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി സൺസെറ്റായിരുന്നു കേട്ടോ, വിത്ത് കോടയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സൺസെറ്റായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്മുടി പോയിട്ട് സൺസെറ്റ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 6 മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. പിന്നെന്താ, അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വണ്ടി കയറി നേരെ വണ്ടിയിലോട്ട് കയറി വീട്ടിലോട്ടാണ് വിട്ടത്. പിന്നെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് നമ്മൾ കൊന്തയൊക്കെ ചൊല്ലിയിരുന്നു. പള്ളിയിൽ നിന്ന് പോയ ട്രിപ്പാണ്, സോ കൊന്ത ചൊല്ലണമല്ലോ. സോ നമ്മൾ കൊന്തയൊക്കെ ചൊല്ലിയാണ് വന്നത്. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊന്മുടി ട്രിപ്പിന് ഉണ്ടായിരുന്നത്. അത്രയ്ക്കുള്ളൂ പൊന്മുടി ട്രിപ്പ്. അടിപൊളിയായിരുന്നു, അടിച്ചു പൊളിച്ചു കേട്ടോ. കഴിഞ്ഞ കൊല്ലം പൊന്മുടി പോയിട്ട് നേരൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ഈ കൊല്ലം പോയപ്പോൾ എല്ലാം കണ്ടു. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.